ടാസിൽസ് പോലത്തെയുള്ള ഹെയർ ആക്സസറീസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെ എല്ലാ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓണം സീസണൊക്കെ ആയതുകൊണ്ട് മുടിയൊക്കെ പിന്നിയിട്ടിട്ട് അടിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്ന് അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഉണ്ടാക്കാൻ. ഒരു സിസേഴ്സ്, കുറച്ച് യാണ്, കുറച്ച് ബീഡ്സ്, ഇത് മാത്രം മതി ഉണ്ടാക്കാൻ, കുറച്ച് സമയവും. അപ്പോൾ നമ്മൾ ഈ ചെണ്ടുമല്ലി പോലത്തെ ടാസൽസാണ് ഉണ്ടാക്കുന്നത്. ഇട്ടത് കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും. അവിടെ എവിടെയെങ്കിലൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് കുട്ടികൾക്കായാലും ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം നമ്മൾ നൂലെടുക്കുക. എന്നിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സിൻ്റെ വിഡ്ത്തിൽ അതിങ്ങനെ ചുറ്റി 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 എടുക്കുക. ഞാൻ ഒരു 1 2 3 അങ്ങനെ ഒരു 15 ടൈംസ് ചുറ്റിയെടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരേ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു എണ്ണം വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറുത് വലുതും ആയാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഒരു നീളത്തിൽ കട്ട് ചെയ്യുക. കുറച്ച് എക്സ്ട്രാ നീളം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ നൂല് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ സൈഡ് ഭാഗം നമ്മൾ ടൈ ചെയ്ത് അവിടെ കെട്ടിയിട്ട് വെച്ചേക്കുക. അവിടെ കിട്ടുക. ഇനി നമുക്ക് ഇതിന് കുറച്ചുകൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സർക്കിളിൻ്റെ നടുഭാഗത്ത് കൂടെ ഒന്ന് മടക്കിയിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് കിട്ടും. ഒരു പ്രാവശ്യം കൂടെ കെട്ടിക്കൊടുക്കുക. ഇനി അതിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു കൊടേൻ്റെയൊക്കെ സൈഡ് പോലെ അങ്ങനെ ഫുൾ ഭാഗത്തേക്ക് ആ നൂലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മടക്കി വെച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അറ്റം അങ്ങനെ സ്പ്രെഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മടക്കുകളൊക്കെ കട്ട് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം. സിസേഴ്സ് വെച്ചിട്ട് അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനെ സ്പ്രെഡാക്കി ഉരുട്ടി എടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു പോം പോലെ കിട്ടും. ഭയങ്കര സാറ്റിസ്ഫൈയിങ് സാധനമാണ് കാണാനും ചെയ്യാനും. എക്സ്ട്രാ ഉള്ള നൂലും കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സാധനം റെഡിയായി. ഇനി കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവണമെങ്കിൽ ആ നൂലിനുള്ളിൽ കൂടെ നമ്മളൊരു ബീഡ് എടുത്തിട്ട് കോർക്കുക. ഈ ബീഡ് കോർക്കാനാണ് ഏറ്റവും പാട്. അതുകൊണ്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബീഡ് അതിലൂടെ കോർക്കുക. പിന്നെ 2 പ്രാവശ്യം ടൈ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അപ്പോൾ അവിടെ ഒരു കെട്ട് അങ്ങനെ 2 കെട്ട് കെട്ടുന്നു. അവിടെ വരുമ്പോഴാണ് ഒരു ഭംഗി വരിക. ഇവിടെ 2 നോട്ടിട്ട് കൊടുക്കുക. കുറച്ചും കൂടെ ഉയരത്തിലായിട്ട് വേറൊരു ബീഡും കൂടെ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക്. കുറച്ച് മുകളിലായിട്ട് വേറൊരു കെട്ട് കെട്ടിയിട്ട് ഒരു മുത്തും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബഞ്ചായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ഒന്ന് റെഡിയായി. ഇതുപോലത്തെ ഒരു 3-4 എണ്ണം ഉണ്ടാക്കാം. എത്രത്തോളം ഒരു ബുഷായിട്ട് വേണോ അത്രയും എണ്ണം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ 3 എണ്ണമായി. ഇനി ഒന്നും കൂടെ ഉണ്ടാക്കിയാൽ സെറ്റാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊടുക്കുക. ഇനി ഇതിനെ ഒരു കുട്ടികളുടെ ഒരു മുടിയിൽ കൊടുക്കുന്ന ഒരു ക്രഞ്ചീസിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 റൗണ്ട് നൂലെടുത്തിട്ട് ആ ബോല് കെട്ടുക. എന്നിട്ട് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുടി പിന്നുന്ന പോലെ ആ നൂല് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എക്സ്ട്രാ നൂല് നീളം കൂടിയതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഉണ്ട്. ആ കൂടിയ നൂലിൻ്റെ അറ്റത്തൊക്കെ വേണമെങ്കിൽ ബീഡ്സ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അത് മുറിച്ച് കളയാം. ഞാൻ 2-3 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ബീഡ്സ് വെക്കാൻ വേണ്ടിയിട്ട്. മുറിച്ച് കളഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, രസമുണ്ടാവും. കുട്ടികളെ തലയിലാണെങ്കിലും രസമുണ്ടാവും. മുടി അഴിച്ചിട്ടിട്ട് തൂക്കിയിടാനും ഭംഗിയുണ്ടാവും.